ഹലോ ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രിങ്കറ്റാണ്. കുറേ പേർക്കൊക്കെ ട്രിങ്കറ്റ് എന്താണെന്ന് അറിയായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാം. ട്രിങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലേ വെച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫ്ലാറ്റ് സർഫസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നമ്മൾ ഈ ഓർണമെൻറ്റ്സും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഒരു ഡെക്കോർ ഐറ്റമാണ്. അപ്പം നമ്മളിവിടെ ഇന്ന് നമ്മുടെ ട്രിങ്കറ്റ് ഒരു ക്രിസ്മസ് തീമിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ആദ്യമായിട്ട് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, നല്ലതുപോലെ നമ്മൾ ആ ഒരു ക്ലേനെ പ്രെപ്പ് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ക്ലേ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ടെറാക്കോട്ട അല്ലെങ്കിൽ എയർ ഡ്രൈ ക്ലേ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഞാൻ ക്ലേ നല്ലതുപോലെ ഞാനിവിടെ പരത്തി എടുത്തിട്ട് നമ്മുടെ സ്റ്റെൻസിൽ വെച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഡയറക്റ്റ് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് ഡയറക്റ്റ് വരയ്ക്കാം. പക്ഷേ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമ്മളതൊരു ഫ്ലാറ്റ് സർഫസിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എഡ്ജസും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നമ്മളൊരു ഡിഷായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ആ ഒരു ഡെഫിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതൊരു ഇലയായതുകൊണ്ട് ഇലയ്ക്ക് പാറ്റേൺ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. സോ ആ പാറ്റേൺസൊക്കെ നമ്മൾ ഒരു പെൻസിൽ വെച്ചാണ് വരച്ചു കൊടുക്കുന്നത്. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഒത്തിരി ഫോഴ്സ് കൊടുക്കാതെ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ ലുക്ക്. നമുക്കിനി ഈ ക്ലേ മെല്ലെ നമുക്ക് വേണ്ട അളവിലുള്ളൊരു ബൗളിലോട്ട് എടുത്ത് മാറ്റാം. ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതൊരു എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഉണങ്ങാൻ വെച്ച സമയത്ത് ഞാൻ അതിൽ 3 ബെറീസും വെച്ച് കൊടുത്തായിരുന്നു. സോ അങ്ങനെയാണ് നമുക്കത് ഉണങ്ങി കിട്ടിയത്. ഇനി നമ്മൾ എപ്പോൾ ഒരു സംഭവം പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെസ്സോ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോ ജെസ്സോ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പെയിൻറ്റ് നല്ലോണം പിടിക്കാനും കുറേ നാൾ ഡ്യൂറബിളായിട്ട് ഇരിക്കാനും സഹായിക്കും. സോ ഞാനിവിടെ ജെസ്സോ അടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പം ക്യാംലിൻ്റെ ജെസ്സോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതുകൊണ്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്യാവുള്ളൂ. പെയിൻറ്റ് ചെയ്യുമ്പം ഈ ഒരു ലീഫിൻ്റെ ഒരു പ്രത്യേകത നല്ല ഡാർക്ക് ഗ്രീൻ അല്ലെങ്കിൽ ഒരു സാപ്പ് ഗ്രീൻ കളറാണ് കൂടുതലും കണ്ടുവരുന്നത്. സോ ആ ഒരു കളറിന് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടും. സോ നമുക്ക് ഇവിടെ ഞാൻ ക്യാംലിൻ്റെ സാപ്പ് ഗ്രീൻ ആണ് അടിച്ചു കൊടുക്കുന്നത്. അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈം എടുത്ത് തന്നെ ചെയ്യുക. കാരണം നമ്മൾ ധൃതി വെച്ചാൽ നമ്മളുടെ ആ ബെറീസിലൊക്കെ ഈ ഒരു കളർ പറ്റിക്കഴിഞ്ഞാൽ അതൊരു അഭംഗിയായിരിക്കും. സോ നമ്മൾ നല്ല ടൈം എടുത്ത് തന്നെ ചെയ്യുക. വേണ്ടവർക്ക് 2 കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നല്ലോണം ഉണക്കിയതിന് ശേഷം ഞാനൊരു വാർണിഷ് അടിച്ച് കൊടുക്കുന്നുണ്ട്. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വാർണിഷിന് 2 വേരിയൻസ് ഉണ്ട്. ഗ്ലോസി ഫിനിഷ് ഉള്ളതുകൊണ്ട് മാറ്റ് ഫിനിഷ് ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഗ്ലോസി ഫിനിഷ് ഉള്ളതാണ് അടിച്ചു കൊടുക്കുന്നത്. സോ അതുകൂടെ വെച്ച് നമ്മുടെ പ്രോഡക്റ്റ് ഉണക്കാൻ വെക്കുക. സോ ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് നല്ല സൂക്ഷിച്ച് ചെയ്യുക, നല്ലോണം ഉണക്കുക. അപ്പോഴത്തേക്കിനും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രിങ്കറ്റ് കിട്ടും. ടടാ! അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.